ഹായ് ഫ്രണ്ട്സ്, സോണി ജോസഫ്. ഓഹരികളിൽ നിക്ഷേപിക്കുമ്പോൾ വളരെ വലിയ ചാഞ്ചാട്ടങ്ങൾ നമുക്ക് കാണേണ്ടി വരാറുണ്ട്. കാരണം അത് ഓഹരികളുടെ പ്രത്യേകതയാണ്. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ഒരിക്കലും സ്ഥിരമായിട്ടുള്ള ഒരു വിലയിൽ ഓഹരികൾക്ക് നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. അതിൻ്റെ മൂല്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ ഒരു ഓഹരിയുടെ ന്യൂസുകൾ മാറി വരുന്നതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിലെ വ്യതിയാനങ്ങൾക്കനുസരിച്ചിട്ട്, ആഗോള മാർക്കറ്റിലുള്ള വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് ഒക്കെ ഓഹരികളിൽ വില വ്യതിയാനം ഉണ്ടായിക്കൊണ്ടിരിക്കും. പരിചയമില്ലാത്ത ആളുകൾക്ക് ഇത് വളരെയധികം ആശങ്ക ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഫലപ്രദമായിട്ട് ഈ വോളറ്റിലിറ്റിയെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ അത് സഹായിക്കും. നാം ഒരു ഓഹരി വാങ്ങുമ്പോൾ ഏകദേശം അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രൈസ് കണക്കാക്കിയിട്ടായിരിക്കണം വാങ്ങേണ്ടത്. ഇതിന് കുറഞ്ഞ പി റേഷ്യോ, കുറഞ്ഞ പി ബി റേഷ്യോ മുതലായവയൊക്കെ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ ഒരു ഓഹരിയുടെ സപ്പോർട്ട് നിലവാരത്തിൽ വാങ്ങുവാനാണ് സാധാരണ നിക്ഷേപകർ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ മാർക്കറ്റിൽ വലിയ കറക്ഷൻസ് സംഭവിക്കുമ്പോൾ ഈ സപ്പോർട്ടിൽ നിന്ന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുകയും വളരെ വലിയ ഇടിവുകൾ, വീണ്ടും 25% അല്ലെങ്കിൽ 50% ഇടിവുകൾ ചില സാഹചര്യങ്ങളിൽ ഉണ്ടാകും. എന്നാൽ ഫലപ്രദമായിട്ടുള്ള ഒരു ആവറേജിങ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കുവാനായിട്ട് ഒരു നിക്ഷേപകന് സാധിക്കും. ഇങ്ങനെ ചെയ്യുവാൻ ഒരു നിക്ഷേപകന് ക്ഷമ വളരെയധികം ആവശ്യമാണ്. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിക്ഷേപകർക്ക് ഓഹരികളിൽ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ നിക്ഷേപിക്കുന്ന ഓഹരി മോശമാണെങ്കിൽ ഒരിക്കലും ആവറേജിങ് ഗുണകരമാവുകയില്ല. സ്ഥിരമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഹരിയാണെങ്കിൽ, അതായത് നഷ്ടത്തിലോടുന്ന ഒരു കമ്പനിയാണ്, ഫണ്ടമെന്റൽസ് വളരെയധികം മോശമായിട്ടുള്ള കമ്പനിയാണ്, കടക്കണിയിലുള്ള കമ്പനിയാണ്, അങ്ങനത്തെ സാഹചര്യമാണെങ്കിൽ ആവറേജിങ് ഫലപ്രദം ആവുകയില്ല. നിങ്ങൾ അത്തരം ഒരു ഓഹരിയിലാണ് നിക്ഷേപിച്ചതെങ്കിൽ ആ ഓഹരി വിറ്റുമാറിയിട്ട് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് മാറുന്നതാവും ഉചിതം. 5 വർഷ കാലയളവിലോ അല്ലെങ്കിൽ 10 വർഷ കാലയളവിലോ മികച്ച ട്രാക്ക് റെക്കോർഡുള്ള കമ്പനികളിലാണ് ആവറേജിങ് ഫലപ്രദമാകുന്നത്. 10%-നും 15%-നും ഇടയിൽ ആവറേജ് സെയിൽസ് ഗ്രോത്തും അതേപോലെ ബുക്ക് വാല്യൂ ഗ്രോത്തും ഒക്കെയുള്ള കമ്പനികളിലാണ് ഞാൻ പൊതുവെ ആവറേജിങ് ചെയ്യാറുള്ളത്. അടുത്ത കാലത്ത് ഓഹരികൾ അക്കുമുലേറ്റ് ചെയ്തുകൊണ്ട് പ്രതികൂല സാഹചര്യത്തെ അനുകൂലം ആക്കിയ 2 ഉദാഹരണങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. കഴിഞ്ഞ വർഷത്തിൻ്റെ ആദ്യ പകുതിയിലാണ് റിലയൻസ് നിപ്പോൺ ലൈഫ് അസറ്റ് മാനേജ്മെൻറ്റ് എന്ന ഓഹരി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ വില ഏകദേശം 250 രൂപയായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം മാർക്കറ്റിൽ ഉണ്ടായ വലിയ കറക്ഷനിൽ പല സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഓഹരികളും വലിയ രീതിയിൽ തിരുത്തലിന് വിധേയമായി. വളരെ വലിയൊരു ഇടിവിന് ശേഷം 130-നും 150-നും ഇടയിലായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ആ ഒരു ഓഹരി പിന്നീട് കണ്ടത്. എന്നാൽ കമ്പനിയെക്കുറിച്ച് കൺവിക്ഷൻ ഉണ്ടായിരുന്നതിനാൽ ഹോൾഡ് ചെയ്യാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ആയിട്ടുള്ള ROCE, ROE എന്നിവ നോക്കുകയാണെങ്കിൽ വളരെ മികച്ച റേഷ്യോസാണ് ഈ കമ്പനിക്ക് ഉണ്ടായിരുന്നതെന്ന് കാണാം. 28.19% ROCE, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഉണ്ടായിരുന്നത്. അതായത് ടോട്ടൽ എത്രമാത്രം ക്യാപിറ്റൽ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഓഹരികളായിട്ടോ അല്ലെങ്കിൽ ബോണ്ടുകളായിട്ടോ ലോണുകൾ മുഖാന്തരമോ ഒക്കെ ആ കമ്പനി സ്വരൂപിച്ചിരിക്കുന്ന മൊത്തം ക്യാപിറ്റലാണ്. അതിനു മുകളിൽ കമ്പനിയുടെ ലാഭം എത്ര ശതമാനം വരുന്നു, അത് മികച്ച റേഷ്യോ ആണ്. സാധാരണ 15%-ന് മുകളിൽ തന്നെ ROCE വരികയാണെങ്കിൽ അത് നല്ലതാണെന്നാണ് കരുതപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ROE നോക്കുകയാണെങ്കിലും 19.5% ആണ് ഈ ഒരു ഓഹരിക്ക് ഉള്ളത്. മറ്റൊന്ന്, ഈ കമ്പനി ഒരു ഡെറ്റ് ഫ്രീ കമ്പനിയാണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, വളരെ മികച്ച ഡിവിഡൻഡ് പേ ഔട്ട് ഹിസ്റ്ററി ഈ ഒരു കമ്പനിക്ക് ഉണ്ട്. ഈ ഒരു ഓഹരി തിരഞ്ഞെടുക്കുമ്പോൾ എന്നെ ആകർഷിച്ച മറ്റൊരു ഘടകം അതിൻ്റെ ടോട്ടൽ സെയിൽസിൽ ഉണ്ടാകുന്ന സ്റ്റഡി ആയിട്ടുള്ള വർധനമായിരുന്നു. മാർച്ച് 2013 ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിൽ വന്ന ആനുവൽ റിപ്പോർട്ടിൽ 713 കോടിയായിരുന്നു ടോട്ടൽ സെയിൽസ് ഉണ്ടായിരുന്നതെങ്കിൽ 2018 ആയപ്പോഴത്തേക്ക് അത് 1676 കോടിയായിട്ട് ഉയർന്നിരുന്നു. 40%-ന് മുകളിലുള്ള ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ആ കമ്പനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിലും 2013 199 കോടി ഉണ്ടായിരുന്നതിൽ നിന്ന് 2018 ആയപ്പോഴേക്ക് 448 കോടിയായിട്ട് വർദ്ധിച്ചിരുന്നു. അതായത് വളരെ മികച്ച ഒരു ട്രാക്ക് റെക്കോർഡ് ഈ കമ്പനിക്ക് ഉണ്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വാങ്ങിച്ച വിലയിൽ നിന്ന് 45% കൂടുതൽ ഇടിവ് ആ ഒരു ഓഹരി നേരിടുകയുണ്ടായി.
എന്നാൽ ആ സമയത്ത് പാനിക്കാകാതെ 200 രൂപയിൽ താഴേക്ക് വന്നപ്പോൾ ഓഹരി നന്നായിട്ട് അക്കുമുലേറ്റ് ചെയ്യാനായിട്ട്, അതായത് വീണ്ടും വീണ്ടും വാങ്ങി ആ ഒരു ഓഹരിയിലുള്ള ആവറേജിങ് നടത്തുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കാരണം അനിൽ അംബാനി ഗ്രൂപ്പ് അതിൻ്റെ സാമ്പത്തിക ബാധ്യത തീർക്കാനായിട്ട് തങ്ങളുടെ ഷെയർ ഹോൾഡിംഗ് വിറ്റ് മാറുകയുണ്ടായി. ജപ്പാനിലെ വളരെ വലിയ ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള നിപ്പോൺ ലൈഫ് ഇത് പൂർണ്ണമായിട്ടും ടേക്ക് ഓവർ ചെയ്യുന്നതോടുകൂടി ആ കമ്പനിയുടെ പൊട്ടൻഷ്യൽ പഴയതിനേക്കാൾ കൂടുതൽ മെച്ചമാവുകയാണ് ഉണ്ടായത്. റീസെൻ്റായിട്ട് ഈ ഒരു ഓഹരി പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഓഹരി വില 370 മുകളിലേക്ക് പോകുകയുണ്ടായി. അതായത് ആദ്യം വാങ്ങിച്ച വിലയിൽ നിന്ന് 45% കൂടുതൽ ലാഭം നേടാനായിട്ട് സാധിച്ചിരുന്നു. അതേപോലെ തന്നെ വളരെ വലിയ ഇടിവ് ഉണ്ടായ സമയത്ത് ബോട്ടം ഫിഷിംഗ് നടത്തിയപ്പോൾ വളരെ ചുരുങ്ങിയ വിലയ്ക്ക് 150 രൂപയ്ക്കും 160 രൂപയ്ക്കും ഒക്കെ ഈ ഒരു ഓഹരി വാങ്ങിക്കൂട്ടിയിരുന്നു. ആ ക്വാണ്ടിറ്റിക്ക് ഇരട്ടിയിലധികം നേട്ടം സ്വന്തമാക്കാനും സാധിച്ചിരുന്നു. ഈ രീതിയിൽ ആവറേജിങ് ചെയ്തതുകൊണ്ടാണ് ഈ ഒരു ഓഹരിയിൽ അത്രയും മികച്ച നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിച്ചത്. സാധാരണഗതി ഒരു ഓഹരിയുടെ വില ഇടിയുമ്പോൾ ആളുകൾ പൂർണ്ണമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആകാറുണ്ട്. അതേപോലെ ബോട്ടത്തിൽ വരുന്ന ഒരു ഓഹരി വീണ്ടും വാങ്ങാനുള്ള ധൈര്യം ചിലർക്ക് ഉണ്ടാകുകയില്ല. എന്നാൽ കമ്പനി മികച്ചതാണെങ്കിൽ, അക്കുമുലേറ്റ് സ്ട്രാറ്റജി ചെയ്യുകയാണെങ്കിൽ, ഇതേപോലെ മികച്ച നേട്ടത്തിലേക്ക് നഷ്ടത്തിൽ എന്ന് തോന്നുന്ന ഒരു കാലം മാറുമ്പോൾ ആ ഒരു ഓഹരി എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സമാനമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ടാറ്റ ഗ്ലോബൽ ബിവറേജ് എന്ന ഒരു ഓഹരിയിലും നിക്ഷേപിക്കുന്നത്. ആ ഒരു ഓഹരിയിൽ വളരെ നല്ലൊരു ഇടിവ് ഉണ്ടായതിനു ശേഷം ഒരു കൺസോളിഡേഷൻ 240 ലെവലിൽ കണ്ടതിനെ തുടർന്നാണ് ആ ഒരു ഓഹരി സ്റ്റോക്ക് റെക്കമെൻഡേഷനിൽ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ അതിനുശേഷം വളരെ മോശം പെർഫോമൻസ് ആണ് ആ ഒരു ഓഹരിയിൽ ഉണ്ടായത്. അത് സ്വാഭാവികമാണ്. കാരണം ഓഹരി ഒരിക്കലും സ്ഥിരമായിട്ടുള്ള ഒരു വിലയിൽ നിൽക്കുന്നില്ല. അത് താഴേക്കോ മുകളിലേക്കോ പെട്ടെന്നൊരു വോളറ്റിലിറ്റിക്ക് വിധേയമാകും. ഏതാനും മാസങ്ങൾ നീണ്ടു നിന്ന വളരെ വലിയ ഇടിവിന് ശേഷം 180 ലെവലിൽ ആ ഒരു ഓഹരി കൺസോളിഡേഷൻ ചെയ്യുകയുണ്ടായി. തുടർന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഉണ്ടായി. ഇപ്പോൾ 320 മുകളിലായിട്ടാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത്. അതായത് ബൈ പ്രൈസിൽ നിന്ന് ഏകദേശം 80 രൂപയോളം ഈ ഒരു ഓഹരിയിൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ബോട്ടം പ്രൈസിൽ നിന്ന് ഏകദേശം 75% അപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫലപ്രദമായിട്ടുള്ള ഒരു ആവറേജിങ് അക്കുമുലേറ്റ് സ്ട്രാറ്റജി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ വോളറ്റൈലായിട്ടുള്ള മാർക്കറ്റ് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് തങ്ങൾക്ക് അനുകൂലമാക്കി അതിൽ നിന്ന് കൂടുതൽ നേട്ടം കൊയ്യാനായിട്ട് നിക്ഷേപകർക്ക് സാധിക്കുകയുള്ളൂ. ഇത് കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഞാനും എൻ്റെ ക്ലയൻസും നേരിട്ടിട്ടുള്ള 2 റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആണ്. മികച്ച കമ്പനിയാണെങ്കിൽ ആ ഒരു ഓഹരിയുടെ വളരെ വലിയ ചാഞ്ചാട്ടത്തെ ഓർത്ത് നമ്മൾ വേവലാതിപ്പെടേണ്ടതില്ല. മറിച്ച് അത് അനുകൂലമാക്കാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള പാഠമാണ് ഈ 2 ഓഹരികളും നമുക്ക് കാണിച്ചു തരുന്നത്. താങ്ക് യു ഓൾ. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.